നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. PV അൻവർ വിഷയത്തിൽ കോൺഗ്രസിൽ ഇപ്പോൾ രണ്ട് പ്രധാന ചേരികൾ രൂപം കൊണ്ടിരിക്കുകയാണ്. VD സതീശനെ അനുകൂലിക്കുന്ന ഒരു ചേരിയും സതീശനെ എതിർക്കുന്ന, അൻവറിന്റെ കാര്യത്തിൽ സതീശൻ കാണിച്ചത് അവധാനതയില്ലായ്മയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം നേതാക്കൾ അപ്പുറത്തുമായി രണ്ട് ചേരികൾ രൂപം കൊണ്ടിരിക്കുകയാണ്. VD സതീശന് പിന്തുണ നൽകുന്നവരിൽ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ യുവ നേതാക്കളാണ് ഉള്ളത്. എന്നാൽ സതീശനെതിരെ അദ്ദേഹം ചെയ്തത് അവധാനതയില്ലാത്ത കാര്യമായിരുന്നുവെന്നും അൻവറിനെ സംസാരിച്ച് അനുനയിപ്പിച്ച് UDF എത്തിക്കേണ്ടതായിരുന്നുവെന്നും പിണറായി വിജയനെതിരെയുള്ള മികച്ച ആയുധമായിരുന്നു PV അൻവർ എന്നും അൻവറിനെ വരുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസിനും UDFനും ഉപയോഗിക്കാമായിരുന്നുവെന്നും വിശ്വസിക്കുന്നവരാണ് അപ്പുറത്ത് നിൽക്കുന്ന കെ സുധാകരൻ, രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, UDF കൺവീനർ അടൂർ പ്രകാശ് എന്നിവർ അടക്കമുള്ള നേതാക്കൾ. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആകട്ടെ ഒരു മധ്യസ്ഥ നിലപാടിലാണ്. ഈ രണ്ട് ചേരികളിലും മധ്യത്തിലാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് നിൽക്കുന്നത്. അൻവറിനെ ഉപേക്ഷിക്കുകയും വേണ്ട, എന്നാൽ അൻവറിന്റെ പിടിവാശിക്ക് വഴങ്ങുകയും വേണ്ട എന്ന പ്രായോഗികമായ നിലപാടാണ് അത്രേ സണ്ണി ജോസഫ് കൈക്കൊള്ളുന്നത്. KC വേണുഗോപാൽ അല്ലെങ്കിൽ AICC നേതാക്കൾ ഇടപെട്ട് PV അൻവറെ അനുനയിപ്പിച്ച് അദ്ദേഹത്തെ UDFന്റെ കൂടെ നിർത്തുന്നതാണ് ഭംഗി എന്നുള്ള നിലപാടിലാണ് സണ്ണി ജോസഫ് ഇരിക്കുന്നത്. ഏതായാലും VD സതീശനെ എതിർക്കുന്ന വലിയൊരു വിഭാഗം നേതാക്കൾ പറയുന്നത് കൃത്യമായും PV അൻവറെ അദ്ദേഹത്തിൻ്റെ പരാതികൾ പരിഹരിച്ച് കൂടെ നിർത്തണം. അതോടൊപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്തിന് പരസ്യമായി അൻവർ പിന്തുണ പ്രഖ്യാപിക്കുകയും വേണം. അൻവറിനെ കൂടെ നിർത്താമെന്നുള്ള ഉറപ്പ് UDF കോൺഗ്രസ് നേതാക്കൾ നൽകിയാൽ ആര്യാടന് അൻവർ പിന്തുണ പ്രഖ്യാപിക്കുമെന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ഉറപ്പുണ്ട്. എന്നാൽ അത്തരത്തിൽ UDFിലേക്ക് അൻവറിനെ എടുക്കുമെന്നുള്ള ഉറപ്പ് അൻവറിന് ഇവർ കൊടുക്കാത്തതാണ് യഥാർത്ഥത്തിൽ അൻവറെ പിന്നോട്ട് വലിക്കാൻ കാരണം, അല്ലെങ്കിൽ അൻവർ പിന്നോട്ട് വലിയാൻ കാരണമെന്നാണ് സതീശനെ എതിർക്കുന്ന നേതാക്കൾ പറയുന്നത്. തങ്ങളോട് ആലോചിക്കാതെ PV അൻവറിന്റെ വിഷയത്തിൽ സതീശൻ എടുത്ത ചില നിലപാടുകളാണ് പ്രശ്നം വഷളാക്കിയതെന്നും അത് ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയ സാധ്യതയെ ബാധിക്കുകയാണെന്നും ഈ മുതിർന്ന നേതാക്കൾ പറയുന്നു. CPMന് അനുകൂലമായൊരു രാഷ്ട്രീയ അന്തരീക്ഷം കഴിഞ്ഞ ദിവസം വരെ നിലമ്പൂരിൽ ഉണ്ടായിരുന്നില്ല. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് 20,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് മാത്രമല്ല CPM നേതൃത്വത്തിന് വരെ ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ ആ രാഷ്ട്രീയ കാലാവസ്ഥ ഇത്തരത്തിൽ ഇല്ലാതാക്കി തീർത്തത് സതീശന്റെ ഇടാപിടി എന്നുള്ള ഒരു ഇടപെടലായിരുന്നു. അത്ര പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളല്ല ഇവയൊന്നും. ശരിക്കും PV അൻവറുമായി ഒന്ന് ഇരുന്ന് സംസാരിച്ച് അൻവറെ ഒന്ന് അനുനയിപ്പിച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാമായിരുന്നുവെന്നും ആ അവധാനത പ്രതിപക്ഷ നേതാവ് കാട്ടിയില്ലെന്നുമാണ് ഈ വിഭാഗം നേതാക്കൾ പറയുന്നത്. എന്നാൽ കോൺഗ്രസിലെ യുവ നേതൃത്വവും അണികളും അൻവറിന്റെ പിടിവാശിക്ക് വഴങ്ങാത്ത VD സതീശനെ വാഴ്ത്തുകയാണ് ചെയ്യുന്നത്. സതീശന്റെ അടുത്ത നിലപാടാണ് കൃത്യമായ നിലപാടെന്നും കോൺഗ്രസിന് കഴിഞ്ഞ കാലങ്ങളായി നഷ്ടപ്പെട്ട ആത്മവിശ്വാസം VD സതീശൻ തിരിച്ചു പിടിച്ചുവെന്നുമാണ് യുവ നേതാക്കളും ഒരു വലിയൊരു വിഭാഗം കോൺഗ്രസ് അണികളും ഒക്കെ പറയുന്നത്. ഏതായാലും ഇതിന് രണ്ടിൻ്റെയും ഇടയ്ക്കാണ് സത്യമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അൻവറിനെ അനുനയിപ്പിച്ച് കൂടെ നിർത്തുകയും വേണം, എന്നാൽ അദ്ദേഹത്തിന്റെ പിടിവാശിക്ക് വഴങ്ങുകയും വരുത്. ഈ നിലപാടായിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടിയിരുന്നെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പകരം പറയുന്നത്. പെട്ടെന്ന് ചാടിക്കേറി ഒരു തീരുമാനമെടുക്കേണ്ട ഒരു സംഗതി ആയിരുന്നില്ല അൻവറുമായി ബന്ധപ്പെട്ട വിഷയമെന്നും അതേസമയം അൻവറിന്റെ പിടിവാശിക്ക് വഴങ്ങില്ല എന്ന സതീശന്റെ നിലപാട് അഭിനന്ദനാർഹമാണെന്നും ഇവർ പറയുന്നു.